ബിഗ് ബോസ് വിഷയം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അടുത്ത ഒരു പെൺകുട്ടിയും വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. പകിൽമാരാറ് ചുമ്മാതൊന്നും പറഞ്ഞു പോയതല്ല എന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹനാനിന്റെ കുറച്ച് കാട്ടിക്കൂട്ടലും അയ്യോ സഹിക്കാൻ പറ്റില്ല, കാണാതിരുന്നെങ്കിൽ IPL കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കേൾക്കാം. ഓഡിഷനിൽ ഒരു സീസണിൽ അതിന്റെ 2 ഓഡിഷൻസ് പങ്കെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കും ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കണം തോന്നി. ആദ്യമേ പറയട്ടെ, ഇരവാദവുമായിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇരവാദം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ മാരാർ അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് പോലെ ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചില കുട്ടികളോട് അല്ലെങ്കിൽ ചില കണ്ടസ്റ്റൻസ് ആയിട്ട് വരാൻ ആഗ്രഹിച്ചവരോട് ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില സമീപനം. ഇപ്പൊ മൂന്നാമത്തെ പെൺകുട്ടിയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത്. 2 പെൺകുട്ടികൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പെൺകുട്ടിയും പറഞ്ഞ അവർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സമ്മതമുള്ളവർ പല ആളുകളും അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകാം. ബിൻ ചെയ്തിട്ടുള്ളവരാണോ അല്ലെങ്കിൽ കുറെ അവിടെ നിന്നവരാണോ എന്നും നമുക്കറിയില്ല. ഓക്കെ, കാരണം കൃത്യമായി ആരാണ് ഇത് എന്ന് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. ഈ വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം.